സമ്മാനം ഉണ്ടാവും. ഇന്നത്തെ ഈ സദസ്സ് ബഹുമാനപ്പെട്ട ഹാഫിള് മസ്ഊദ് സഖാഫിയുടെ ഒരു അനുസ്മരണ സമ്മേളനം കൂടിയാണ്. കാരണം ഈ നാട്ടിൽ കഴിഞ്ഞ 4 വർഷമായി പ്രിയപ്പെട്ട സഖാഫി ഉസ്താദ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ വളരെ മനോഹരമായി അവതരിപ്പിച്ചുകൊണ്ട് 4 ദിവസം നീണ്ടു നിൽക്കുന്ന വഅള് പരമ്പര കഴിഞ്ഞ 4 കൊല്ലമായി അദ്ദേഹത്തിന്റെ വാർഷിക പ്രഭാഷണം, ഖുർആൻ പ്രഭാഷണം ഈ നാട്ടിൽ നടക്കുകയാണ്. വിശുദ്ധമായ സൂറത്തുൽ മുൽക്കും യാസീനും സൂറത്തുൽ കൗസറുമെല്ലാം പ്രതിപാദിച്ചുകൊണ്ട് അദ്ദേഹം 4 വർഷം നമ്മളോട് സംസാരിച്ചിരുന്നു. ഈ വർഷവും അദ്ദേഹത്തിന്റെ മതപ്രഭാഷണ പരമ്പര, ഖുർആനിന്റെ വിശദീകരണം ഈ നാട്ടുകാർ കേൾക്കാൻ ആഗ്രഹിച്ചതുമാണ്. ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ബദിയടുക്കടുത്തുള്ള ഒരു പരിപാടിയിൽ അദ്ദേഹം നേരത്തെ ഡേറ്റ് കൊടുത്ത് നാളെ കർണാടകയിലെ ഉപ്പിനങ്ങാടിക്കടുത്തുള്ള തുർക്കളികയിൽ ഒരു വഅള് പരിപാടിക്ക് ഡേറ്റ് കൊടുത്ത് അങ്ങനെ ഇരിക്കുന്നതിന്റെ ഇടയിലാണ് പ്രിയപ്പെട്ട ഹാഫിള് മസ്ഊദ് സഖാഫി അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. അള്ളാഹു അദ്ദേഹത്തിന്റെ ബർസഖിയായ ജീവിതം അള്ളാഹുവേ നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. ഓരോ മരണങ്ങളും നമുക്കുള്ള വലിയ പാഠമാണ്. ആ മരണ വാർത്ത കേട്ടത് മുതൽ എന്റെയും മനസ്സിന്റെ ഉള്ളിൽ നമ്മളും ഇങ്ങനെ ഒരിക്കൽ പോകേണ്ടതാണല്ലോ, ഇങ്ങനെ ഒരു വാർത്ത എന്നെ കുറിച്ചും വരുമല്ലോ എന്ന് നമ്മളും ഇങ്ങനെ ചിന്തിക്കുകയാണ്. അള്ളാഹുവേ ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ അവസാന സമയം നീ നന്നാക്കി തരണേ അല്ലാ. ഓരോ മരണങ്ങളും നമുക്ക് നൽകുന്നത് വലിയ പാഠങ്ങളാണ്. ആ മരണങ്ങളിൽ നമ്മൾ പാഠം ഉൾക്കൊണ്ട് പ്രിയപ്പെട്ട മസ്ഊദ് സഖാഫിയുടെ വഅളുകളിൽ അധികവും മരണത്തെക്കുറിച്ചും ആഖിറത്തെക്കുറിച്ചും അതുപോലെ തന്നെ 5 വക്ത് നിസ്കാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമെല്ലാം വളരെ ഗഹനമായി വിഷയസംബന്ധമായി അനാവശ്യമായ നീട്ടിവലിക്കലുകളില്ലാതെ വിഷയങ്ങളെ വളരെ കൃത്യമായി അവതരിപ്പിച്ചിരുന്ന ഒരു നല്ല ഒരു പണ്ഡിതനായിരുന്നു പ്രിയപ്പെട്ട സഖാഫി ഉസ്താദ്. നമ്മൾ മർക്കസിൽ പഠിക്കുന്ന സമയത്ത് ശരീക്കന്മാരായിരുന്നു. ഞാൻ സീനിയർ വിദ്യാർത്ഥിയാണ്. അദ്ദേഹം ഞാൻ മുത്തവ്വൽ സാനിയിൽ പഠിക്കുമ്പോൾ അദ്ദേഹം മുത്തവ്വൽ അവ്വലിലാണ്. അദ്ദേഹത്തിന്റെ താടിയൊക്കെ നരച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് വലിയ വയസ്സൊന്നും ആയിട്ടില്ല. അദ്ദേഹത്തിന്റെ കാറ് ഇന്നലെ രാത്രി 4 മണിക്കാണ് അദ്ദേഹം വീട്ടിലേക്ക് എത്തിയത്. ആ വീട്ടിലെത്തിയിട്ട് കാർ അവിടെ നിർത്തിവെച്ച് അദ്ദേഹം വീട്ടിൽ കയറി കിടന്നുറങ്ങി. 1.5 മണിക്കൂറോളം ഉറങ്ങി. സുബഹി ബാങ്ക് കൊടുത്തപ്പോൾ എഴുന്നേറ്റ് സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ചെറിയ ഒരു വിഷമവും തളർച്ചയും പ്രയാസവും അനുഭവപ്പെടുകയാണ്. അദ്ദേഹം അവിടെ തന്നെ ബോധം കെട്ട് വീണു. ആ വീഴ്ചയിൽ അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. മരണം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഹോസ്പിറ്റലിലേക്ക് യഥാർത്ഥത്തിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വിശുദ്ധമായ സുബഹി നിസ്കാരം ഒന്നുപോലും എനിക്ക് മുടങ്ങരുതേ എന്ന് കൃത്യമായി മനസ്സിലാക്കി എല്ലാ ദിവസവും വഅള് കഴിഞ്ഞു പോകുമ്പോൾ ആ രൂപത്തിലുള്ള ട്രെയിനുകളിൽ യാത്ര ചെയ്ത് ഒരു നിസ്കാരം പോലും എനിക്ക് നഷ്ടപ്പെടരുത്. നമ്മുടെ തൊട്ടടുത്തുള്ള പയ്യത്ത് ബയൽ മഖാം ഉറൂസിൽ പങ്കെടുത്ത് രാത്രി 12 മണി വരെ വഅള് പറയേണ്ടി വന്നു. 12:30 മണിക്കുള്ള ട്രെയിന് മിസ്സാകുമെന്നായപ്പോൾ ഉസ്താദ് അവറുകൾ പറഞ്ഞു, എനിക്ക് 3 മണിക്കാണ് ഇനി ട്രെയിൻ ഉള്ളത്. ആ ട്രെയിനിന് കോഴിക്കോട് എത്തുമ്പോഴേക്കും 6:15 അതിന്റെ അപ്പുറത്തേക്ക് എത്തിയാൽ എന്റെ നിസ്കാരം എനിക്ക് കൃത്യമായി അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നിസ്കരിക്കാൻ കഴിയില്ല. ഞാൻ ട്രെയിനിൽ വെച്ച് നിസ്കരിക്കാറില്ല. വല്ല കാരണവശാലും എനിക്ക് ആ ട്രെയിന് മിസ്സാവുകയും എത്തേണ്ട സമയത്ത് എനിക്ക് എത്താൻ അവിടെ കഴിയാതിരിക്കുകയും ചെയ്താൽ പിന്നെ ഒരിക്കലും ഞാൻ പയ്യത്ത് വയലിലേക്ക് വഅളിന് വരൂല എന്ന് പറഞ്ഞ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വലിയ കൃത്യനിഷ്ഠത പാലിച്ചുകൊണ്ട് അത് വഅള് പറയുക മാത്രമല്ല അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക കൂടി ചെയ്ത നല്ല ഒരു തികഞ്ഞ പണ്ഡിതനും ഒരു നല്ല പ്രഭാഷകനും നല്ല ഒരു ഖുർആൻ വിശദീകരിക്കുന്ന ആളുമായിരുന്നു പ്രിയപ്പെട്ട മസ്ഊദ് സഖാഫി. അല്ലാഹുവേ അദ്ദേഹത്തിന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. നമ്മൾ മർക്കസിൽ പഠിക്കുന്ന സമയത്ത് ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ ശുദ്ധമായ സ്വഹീഹുൽ ബുഖാരിയുടെ ഇടയിൽ
ഏതെങ്കിലും ഒരു ആയത്ത് ഉസ്താദ് ഓതിയാൽ അത് പൂർണ്ണമായി ഓതണമെങ്കിൽ ഉസ്താദ് ചോദിക്കും, ആരാണത് പൂർണ്ണമായി ഓതുന്ന ആളുള്ളത്? അപ്പോൾ എപ്പോഴും അധിക ദിവസവും അതിന് ഉത്തരം പറയാറുള്ളത് പ്രിയപ്പെട്ട ഹാഫിള് മസ്ഊദ് സഖാഫി ആയിരുന്നു. കാരണം അദ്ദേഹം ഖുർആൻ ഹാഫിളാക്കുക മാത്രമല്ല, അത് കൃത്യമായി ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന നല്ല ഒരു ഹാഫിളായിരുന്നു. ചെറിയ പി ഉസ്താദിന്റെ അടുക്കൽ ദർസ് പഠിക്കുന്ന സമയത്ത് ആ ഉസ്താദും പറയാറുണ്ടായിരുന്നു, ഹാഫിളുകൾ എന്റെ മസ്ഊദിനെ പോലെ ആകണമെന്ന് പറയാറുണ്ടായിരുന്നു. അത്രയും നല്ല ഒരു വലിയ നല്ല വിശുദ്ധ ഖുർആൻ മനോഹരമായി അവതരിപ്പിക്കുന്ന വിഷയസംബന്ധമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന, ആരോടും വൈരാഗ്യത്തിന്റെയോ വെറുപ്പിന്റെയോ വർത്തമാനങ്ങൾ പറയാത്ത നല്ല ഒരു ആലിമിനെയാണ്, ഒരു പണ്ഡിതനെയാണ്, ഒരു നല്ല പ്രഭാഷകനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. ആ മികവ്, ആ വിടവ് നികത്താൻ അദ്ദേഹമല്ലാതെ വേറൊരാളുമില്ല. ആ രൂപത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ അവതരണം. അല്ലാഹുവേ, ഈ മജ്ലിസ് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കണം. നിങ്ങളെല്ലാവരും അഷ്റഫുൽ ഖൽഖായ റഹ്മത്തുൽ ലിൽ ആലമീനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളോട് മനസ്സറിഞ്ഞൊന്ന് സലാം പറയണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.